കർണാടകയിൽ മലയാളി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി. ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തി എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രതികരണങ്ങളിലേക്ക്. അല്ല, ഇതാ പറഞ്ഞ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഉണ്ട് നമുക്ക്. അത് വെള്ളപ്പൊക്കം വരുമ്പോഴോ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴോ മാത്രമല്ല, ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അവരെ നമുക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് റാപ്പപ്പ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് നടന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അന്വേഷിക്കണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാം. അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാം. അതിന് നമുക്ക് തീർത്തും അങ്ങ് കേരള സർക്കാരിന് കുറ്റം പറയാൻ നമ്മുടെ പരിധിയല്ല. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുന്നതിന് കാണിക്കുന്ന ഒരു ആർജവം മാത്രമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തലുണ്ടാകും. നമുക്ക് അന്വേഷിക്കാം. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, വലിയൊരു ആശങ്ക, ഒരു സംശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവരങ്ങൾ. ന്യൂസ് കൃഷ്ണരാജ, ഈ വിഷയത്തിലൊരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്നാലും സംസ്ഥാനത്ത് നിന്ന് ഇന്നാണ് ഈ വിവരം കാര്യമായി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കാരണം സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കുമ്പോഴാണ് സർക്കാർ പോലും അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതും ഈ അപകടത്തിൽ മലയാളിയായ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുന്നു. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുന്നു, അവിടുത്തെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെടുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ അപകടത്തിന്റെ വ്യാപ്തി ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കർണാടക സർക്കാർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. കാരണം 16-ാം തീയതി ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നു. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമാകുമ്പോഴാണ് പല സാധ്യതകളും പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വാഹനം അല്പം മുമ്പ് കെ.ബി. ഗണേഷ് കുമാറുമായി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത സമയത്ത് ഈ വാഹനം ആദ്യം വെള്ളത്തിൽ പോയിരിക്കാം എന്നുള്ളതാണ് എല്ലാവരും കരുതിയത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അതായത് ഈ ഇതിൻ്റെ GPS-മായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാധ്യത തെളിയുന്നത് വളരെ പിന്നീടാണ്. അതായത് GPS ഓണായിരുന്നു എന്നുള്ള GPS പ്രകാരമുള്ള ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത്, മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ ഇന്നാണ് പൂർണ്ണമായി പുറത്തു വരുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള തിരച്ചിലുകൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ച നടന്നു എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയും. കാരണം 16-ാം തീയതി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നെങ്കിൽ 19-ാം തീയതി വരെ ഈ വിവരങ്ങൾ പുറത്തു വരാൻ വൈകിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് പിന്നിൽ അതാണ് 4-ാം നാൾ ഉണർന്നു പ്രവർത്തിക്കുന്നു നമ്മുടെ സർക്കാരും. ഒരുപക്ഷെ അത്യാധുനിക ലോറിയാണ്, അതിനുള്ളിൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴും അർജുൻ്റെ ഫോൺ ഇന്ന് രാവിലെയും റിങ് ചെയ്തു എന്ന വാർത്ത വരുന്നു. സ്വാഭാവികമായും വളരെ പ്രതീക്ഷ പകരുന്ന വാർത്തകൾ, അറിയിപ്പുകളൊക്കെ കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ വരുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് സർക്കാരിന് ചലനമുണ്ടായത് എന്ന് ഓർക്കുമ്പോൾ നേരത്തെ തന്നെ ഇതിൽ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നില്ലേ? മൂന്ന് പേർ മരിച്ചതിൽ മൂന്ന് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ കെ.ബി. ഗണേഷ് കുമാർ അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട സമയത്ത് ലഭ്യമായ വിവരം. ഇതിൽ മലയാളികളില്ല, ഇവരെല്ലാം കർണാടക സ്വദേശികളാണ്. എന്നാൽ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ വാഹനങ്ങൾ ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ മലയാളികൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വിവരവും കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഈ മണിക്കൂറുകളിൽ പോലും കർണാടക സർക്കാരിന് പൂർണ്ണമായ വിവരമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. NDRF അടക്കമുള്ളവരെ അവിടേക്ക് എത്തിക്കുന്നതിൽ വൈകിയിട്ടുണ്ട് എന്നുള്ളൊരു സാധ്യത, വൈകിയിരിക്കാനുള്ളൊരു സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നൽകാനില്ല. എന്തായാലും അപകടം ഉണ്ടായി ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നുള്ള കുടുംബത്തിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്.